എല്ലാവർക്കും KR മാത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് മാട്രിക്സ്, എങ്ങനെയാണ് ഒരു മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, ഉണ്ടാക്കുക എന്നൊക്കെ വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതി എന്തൊക്കെ തരത്തിലുള്ള മാട്രിക്സുകളുണ്ട്, പലതരത്തിലുള്ള മാട്രിക്സുകളുണ്ട്, അവ ഏതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നാമതാണ് പേരിൽ തന്നെ വ്യക്തമാണ്. എന്താ എഴുതി വെച്ചിട്ടുള്ളത്? റോ മാട്രിക്സ്. അതാണ് ഒന്നാമത്തെ മാട്രിക്സ്. എന്താ പേരിൽ തന്നെ വ്യക്തമാണെന്ന് പറയാൻ കാരണം എന്താ? അതായത് ഒരു മാട്രിക്സ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു മാട്രിക്സ് എക്സാമ്പിൾ ആയിട്ട് പല രൂപത്തിൽ വെക്കാം. കാരണം -1, 0, 2, 5, √2, 1/3. ഇതൊരു മാട്രിക്സ് ആണ്. കഴിഞ്ഞ വീഡിയോ പ്രകാരം നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ മാട്രിക്സിന്റെ ഓർഡർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഓർഡർ പറയാറുള്ളത്. ഓർഡറിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണെന്ന് നമുക്കറിയാം, M/N. ഈ M ഉദ്ദേശം എന്താ? ആ മാട്രിക്സിലുള്ള എത്ര റോ ഉണ്ടോ അത്. ഈ N ഉദ്ദേശം എന്താ? അതിലുള്ള കോളമാണ്. ഫസ്റ്റ് എപ്പോഴും റോ ആണ് പറയാന്ന് പറയുന്നത്, ഇൻസേർഷൻ കോളം. ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക, ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ പേര് നമ്മൾ പറഞ്ഞതാണ്, ഇൻഡോ ക്രോസോ ഒന്നുമല്ല, പകരം ബൈ എന്നാണ്, M/N. ആ ഐഡിയ പ്രകാരം ഈ മാട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ഇങ്ങനെ കിട്ടുന്നതാണ് റോ. എത്ര റോ ഉണ്ട്? 3 റോ, സോറി 2 റോ. 2 റോ ബൈ എത്ര കോളം ഉണ്ട്? ഇങ്ങനെ 2/3. ഈ മാട്രിക്സിന്റെ ഓർഡർ 2/3 ആണ്. അപ്പൊ ഓർഡറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇനി ഇതാ മാട്രിക്സ് 1, 2, 3, 4. ഇതെന്താ സംഗതി? എന്ത് മാട്രിക്സാ? നോക്കിയാൽ മനസ്സിലാവും. 2 റോ 2 കോളം, ഓർഡർ 2/2. അപ്പൊ ഓർഡറിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തായിരിക്കും റോ മാട്രിക്സ്. ഒരു മാട്രിക്സില് ഒരേ ഒരു റോ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് റോ മാട്രിക്സ്. ഓൺലി 1 റോ. അതായത് എ മാട്രിക്സ് ഹാവിങ് ഓൺലി 1 റോ. ഇതാണ് റോ മാട്രിക്സ്, ഒറ്റ റോ. അപ്പൊ സംശയം, അപ്പൊ കോളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഒരു മാട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ കോളം രണ്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ കോളത്തിന്റെ അവസ്ഥ, കോളത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഉദാഹരണത്തിന് നോക്കൂ, എക്സാമ്പിൾ ആയിട്ട് മാട്രിക്സ് 5. എന്താ അതിന്റെ അവസ്ഥ? ഇതിന്റെ ഓർഡർ എന്താ? 1/1. ഒരു റോ ഒരു കോളം. ഇതിന്റെ ഓർഡർ 1/1 ആണ്. അപ്പോ ഒരു റോ മതി. ഒരു റോ ഉണ്ടെങ്കിൽ അതിന് എന്ത് വിളിക്കും? റോ മാട്രിക്സ്. ഇനിയും എക്സാമ്പിൾ ചെയ്താൽ മാട്രിക്സ് 0, 2, 3. ഇതെന്തായത്? ഒരൊറ്റ റോ. കോളം നോക്ക്, 1, 2, 3. നമ്മൾ പറഞ്ഞല്ലോ കോളത്തെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, കോളം എത്രയോ ആയിക്കോട്ടെ. മനസ്സിലാകുന്നല്ലോ? ഒരൊറ്റ റോ. അത്തരം മാട്രിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? റോ മാട്രിക്സ്. ഇത് പ്രകാരം ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഒരു എലമെന്റ് ഉപയോഗിച്ചുള്ള റോ മാട്രിക്സ്, ഇത് 3 എലമെന്റ് ഉപയോഗിച്ചുള്ള റോ മാട്രിക്സ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എലമെന്റ് ഉപയോഗിച്ചുള്ള റോ മാട്രിക്സ് എഴുതി വെക്കൂ. 4 എലമെന്റ് ഉപയോഗിച്ചുള്ള റോ മാട്രിക്സ് എഴുതി വെക്കൂ. ഇഷ്ടംപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇഷ്ടമുള്ള എലമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതി വെക്കാം. മനസ്സിലായി? വീണ്ടും പറഞ്ഞ എക്സാമ്പിൾ എന്താ? മാട്രിക്സ് sin x √x. 2 എലമെന്റ് ഉൾപ്പെടുന്ന റോ മാട്രിക്സ്. പറഞ്ഞ സംഗതി മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മളെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാട്രിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ടൈപ്പാണ് ഏത്? റോ മാട്രിക്സ് എന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു മാട്രിക്സിന് ഒരൊറ്റ റോയെ ഉള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോ മാട്രിക്സ്. അതെപ്പോഴും ഈ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഹോറിസോണ്ടൽ ഷേപ്പിലായിരിക്കും. അവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഹോറിസോണ്ടൽ ഷേപ്പാണ്. ഇത് ഒരു എലമെന്റ് ഉപയോഗിച്ചു, ഇത് 2 എലമെന്റ് ഉപയോഗിച്ചു, ഇത് 3 എലമെന്റ് ഉപയോഗിച്ചു. ക്ലിയർ? ഇതാണ് റോ മാട്രിക്സ്. മനസ്സിലായോ? ഇനി നമുക്കറിയാം ഏതൊരു മാട്രിക്സിന്റെയും ഓർഡർ M/N എന്നാണ്. എങ്കിൽ റോ മാട്രിക്സിന്റെ ഓർഡറിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇപ്പോ അതിന് പ്രത്യേകത ഉണ്ടാവുമല്ലോ. M/N എന്നാണ് സാധാരണ സ്റ്റാൻഡേർഡ് ഫോം. ഓർഡറിന്റെ പ്രത്യേകത ഓർഡറാണ്. റോ മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത് സാധാരണ നോർമൽ കേസിൽ, ജനറൽ കേസിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ M/N ആണ്.
അപ്പോ റോ മാട്രിക്സിന്റെ കേസിൽ എന്തായിരിക്കും ഓർഡർ? റോക്ക് പ്രത്യേകത ഉണ്ട്. റോ എന്താ പ്രത്യേകത? 1 ആയിരിക്കും. 1/n ആയിരിക്കും റോ മാട്രിക്സിന്റെ ഏത് റോ മാട്രിക്സിന്റെയും ഓർഡർ. ജനറൽ കേസ് നമ്മൾ പറയുന്നതാണ്. മനസ്സിലായാലും ഇതിന്റെ വാല്യൂ മാറാം. ഉദാഹരണം നോക്കിക്കോ, ഇതിന്റെ ഓർഡർ ചെയ്യാം 1/1 1/1. ഇതിന്റെ ഓർഡർ ചെയ്യാം 1/3 1/3. ഇതിന്റെ ഓർഡർ ചെയ്യാം 1/2. മനസ്സിലായാലോ? അപ്പോ റോ മാട്രിക്സിന്റെ ജനറൽ ഫോം ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1/n ആയിരിക്കും. ക്ലിയർ? നോക്കൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മാട്രിക്സ് റോ മാട്രിക്സ്. അപ്പൊ പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്തായിരിക്കും? കോളം മാട്രിക്സ്. കോളം മാട്രിക്സ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ പറയേണ്ടതില്ല. എന്താ കോളം മാട്രിക്സിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും. എന്താ കോളം മാട്രിക്സിന്റെ പ്രത്യേകത? ഒരു മാട്രിക്സിൽ ഒരൊറ്റ കോളമേ ഉള്ളുവെങ്കിൽ എ മാട്രിക്സ് ഹാവിങ് ഓക്കെ, ഒരൊറ്റ കോളമേ ഉള്ളുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോളം മാട്രിക്സ്. എക്സാമ്പിൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ഇതേപോലെ തന്നെ മാട്രിക്സ് നേരത്തെ അതേ ആളെ ഞാൻ വീണ്ടും എഴുതുന്നു. നേരത്തെ ഞാൻ റോ മാട്രിക്സിന്റെ കേസിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതി മാട്രിക്സ് Y. ഇവിടെ കോളം മാട്രിക്സിന്റെ കേസിലും ഞാൻ എന്താക്കുന്നു? എക്സാമ്പിൾ ചെയ്യുന്നു മാട്രിക്സ് Y. അതെന്താ അങ്ങനെ വരും? അങ്ങനെ വരുമോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഒരു റോയും ഒരു കോളവുമേ ഉള്ളൂ. എന്താ കോളത്തിന് മാട്രിക്സിന്റെ പ്രത്യേകത? ഒരൊറ്റ കോളമുള്ള, ശരിയല്ലേ? ഒറ്റ കോളേ ഉള്ളൂ. ഓക്കെ, ഇനി മാട്രിക്സ് വേറെ ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്താൽ മാട്രിക്സ് -3 5 താഴേക്കായിരിക്കും ഉണ്ടാവും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ റോയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. റോ എത്രയും ആകാം. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ മാട്രിക്സ് 1 6 11 താഴേക്ക്. മനസ്സിലാകുന്നില്ല? ഒരൊറ്റ കോളം റോനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് ഒരു റോ, 2 റോ, 3 റോ. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ കേസിൽ ഓർഡർ എന്തായിരിക്കും? ഓർഡറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് പറയാൻ പറ്റും. കോളം മാട്രിക്സിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? പറഞ്ഞോളൂ, എങ്ങനെയായിരിക്കും? m/1. റോ എത്രയും ആവാം. ഇവിടുത്തെ കേസിൽ 1/1. ഇത് റോയിലെ ആദ്യം പറയുന്നത് 2/1. ഇത് 3/1. മനസ്സിലായോ? ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇപ്പൊ 2 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റോ മാട്രിക്സ്, കോളം മാട്രിക്സ്. ശരിക്കും ശ്രദ്ധിച്ചു. ഇനി മൂന്നാമത്തെ ടൈപ്പാണ്. മൂന്നാമത്തെ ടൈപ്പ് ശരിക്കൊന്ന് വായിച്ചോക്കെ. എന്താ എഴുതിയില്ലേ? ഇത് വെച്ചിട്ടുള്ള എന്താ? സ്ക്വയർ മാട്രിക്സ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും ആ പേരിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവാം. സ്ക്വയർ മാട്രിക്സ് ഉദ്ദേശിച്ച് എന്തായിരിക്കും? സ്ക്വയർ ഷേപ്പിലായിരിക്കും. സ്ക്വയർ ഷേപ്പ് ആവണമെങ്കിൽ ഓർഡർ m/n എന്തായിരിക്കണം? സ്ക്വയർ ഷേപ്പ് ആവണമെങ്കിൽ ഇത് റോ ആണ്, ഇത് കോളാണ്. അതാണ് റോയും കോളവും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോ എ മാട്രിക്സ് ഹാവിങ് equal number of rows and columns. മനസ്സിലായോ? ഒരു മാട്രിക്സിൽ ഈക്വൽ നമ്പർ ഓഫ് റോയുടെയും കോളയുടെയും എണ്ണം സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന അത്തരം മാട്രിക്സിനെ പറയുന്ന പേരാണെന്ത്? സ്ക്വയർ മാട്രിക്സ്. എക്സാമ്പിൾ നേരത്തെ എഴുതിയ അതേ സംഗതി മാട്രിക്സ് 5 എഴുതാൻ പറ്റുമോ? നേരത്തെ നമ്മൾ കോളം മാട്രിക്സിന്റെ കേസിൽ എക്സാമ്പിൾ എഴുതി, റോ മാട്രിക്സിന്റെ കേസിൽ എക്സാമ്പിൾ എഴുതി. ഇപ്പൊ ഇതാ കിടക്കുന്ന സ്ക്വയർ മാട്രിക്സിന്റെ കേസിലും എക്സാമ്പിൾ ആയിട്ട് സെയിം. പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഒരു റോ ഒരു കോളം ഓർഡർ ചെയ്യാം 1/1 രണ്ടും സെയിം ആണ്. അതുകൊണ്ട് സ്ക്വയർ മാട്രിക്സ് ആണ്. ഇനി ഇവിടെ വേറെ കൺഫ്യൂഷൻ കൂടി ഉണ്ടാവാം. നേരത്തെ റോ മാട്രിക്സ് എഴുതിയപ്പോൾ മാട്രിക്സ് 5 എഴുതി. ഈ മാട്രിക്സ് അല്ലാതെ വെറും 5 എന്നാൽ മാത്രമേ റോ മാട്രിക്സ് ആവൂ, അല്ലെങ്കിൽ കോളം മാട്രിക്സ് ആവൂ. ഏത് എലമെന്റ് വരെ ഇവിടെ ഇതിനകത്ത് -1 0 2 5 എന്തും എഴുതാം. ഓക്കെ, ഇതിപ്പോ എന്തിന്റെ എക്സാമ്പിളാണ്? സ്ക്വയർ മാട്രിക്സിന്റെ എക്സാമ്പിൾ. ഇനി വേറെ എക്സാമ്പിൾ പറയുന്നത് മാട്രിക്സ് 1 -1 0 2. നോക്കുക, ആ ഷേപ്പേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഷേപ്പിനെ കണ്ടാൽ എന്തായത്? സ്ക്വയർ ഷേപ്പിലാണ്. മനസ്സിലാവുന്നുണ്ട്?
എന്താ അതിന്റെ പ്രത്യേകത നോക്ക്. 2 1 2 2 റോ 1 2. ഇതിന്റെ ഓർഡർ 2/2 ആണ്. ഇതിന്റെ ഓർഡർ 1/1 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി മറ്റൊരു കുറച്ചുകൂടി വലിയ സൈസ് ആയിട്ട് സ്ക്വയർ മാട്രിക്സ് എഴുതി വെച്ചാൽ അതിന്റെ ഓർഡർ എത്രയായിരിക്കും? 3/3. 3 റോയും 3 കോളവും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെന്റ് ഉപയോഗിച്ചായിരിക്കും. കുറച്ച് വലുതാവുന്നേ ഉള്ളൂ. 1 2 3 4 5 6 7 8 9. ഇതൊരു 3/3 മാട്രിക്സിന് എക്സാമ്പിൾ ആണ്. മനസ്സിലാകുന്നുണ്ടോ? 3/3 മാട്രിക്സ് എന്നല്ല, 3/3 മാട്രിക്സ് ആണെങ്കിൽ അതെന്ത് മാട്രിക്സ് ആയിരിക്കും? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. കാരണം 3/3. 3/3 എന്താ 3/3 എന്ന് പറഞ്ഞാൽ? 3 റോ 3 കോളം, ഈക്വൽ നമ്പർ ഓഫ് റോസ്, ഈക്വൽ നമ്പർ ഓഫ് കോളംസ്. അത്തരം മാട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മാട്രിക്സ്. മനസ്സിലായോ? ഇനി ഇവിടുത്തെ കേസ് എന്തായിരിക്കും ഇതിന്റെ ഓർഡർ? ഇതിന്റെ പ്രത്യേക നൊട്ടേഷൻ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേക നൊട്ടേഷൻ നമുക്ക് പറഞ്ഞാൽ എ ഈക്വൽ ടു എന്ന് ഉദ്ദേശിച്ചാൽ ഏതൊരു മാട്രിക്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് മാട്രിക്സ് Aij ഓഫ് ഇവിടെ n. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് സ്ക്വയർ മാട്രിക്സ് ആണ്, അതിന്റെ ഓർഡർ n ആണ്. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്, അതിന്റെ ഓർഡർ 3 ആണെന്ന് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് 3/3 എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓർഡർ 3 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഇന്നർ മീനിങ് 3/3 ആണ്. ഓർഡർ 2 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? വെറും 2 ആണ് ഒരു മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അത് 2/2 ആയിരിക്കും. ഓർഡർ 4 എന്ന് പറയുന്ന മീനിങ് എന്താ? 4/4 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു നൊട്ടേഷൻ ഓർത്ത് വെച്ചു സ്ക്വയർ ബ്രാക്കറ്റിന്റെ കേസ്, സ്ക്വയർ മാട്രിക്സിന്റെ കേസ്. ഓക്കെ, Aij മാട്രിക്സ് Aij ഓഫ് n. മാട്രിക്സ് Aij ഓഫ് 4 എന്ന് പറയുന്ന മീനിങ് എന്താ? ഒരു 4/4 മാട്രിക്സ്, 4 റോയും 4 കോളവും ഉള്ള മാട്രിക്സ്, സ്ക്വയർ മാട്രിക്സ് ആണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഈ നൊട്ടേഷൻ സ്ക്വയർ മാട്രിക്സിന്റെ കേസിൽ ഒന്ന് ഓർത്ത് വെച്ചോ. ക്ലിയർ? ശ്രദ്ധിച്ചോ? ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട സംഗതി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ക്വയർ മാട്രിക്സിനെ കുറിച്ചാണ്. എന്താ സ്ക്വയർ മാട്രിക്സിന്റെ പ്രത്യേകത? അതെല്ലാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എന്താ സ്ക്വയർ മാട്രിക്സിന്റെ പ്രത്യേകത? ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ക്ലിയർ അല്ലേ? അത് ബേസ് ചെയ്യുമ്പോൾ നമുക്ക് 1-2 കാര്യം ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഞാനൊരു സ്ക്വയർ മാട്രിക്സ്, ഒരു 3/3 സ്ക്വയർ മാട്രിക്സ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. 1 2 3 എളുപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന മാട്രിക്സ് 4 5 6 7 8 9. വായിക്കേണ്ടത് മാട്രിക്സ് 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്ക്, ഏതൊരു മാട്രിക്സിന്റെ ജനറൽ ഫോം കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ്. ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ കണ്ടുവച്ചാൽ ഇപ്പോൾ 3/3 മാട്രിക്സിന്റെ ജനറൽ ഫോം എന്താ? ഈ എലമെന്റ് ഏതാ? A11. ഇതേതാ? A12. അതിന്റെ മീനിങ് ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ എലമെന്റിന്റെ മീനിങ് എന്താ? എലമെന്റ് ആണ് ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ. 1 മീനിങ് അതാണ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തില്. 1 2 മീനിങ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തില്. ഇതോ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തില്, ദാറ്റ് ഈസ് A13. ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തില് A21. ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും A22 A23 A31 A32 A33. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഏതൊരു 3/3 മാട്രിക്സിന്റെ ജനറൽ ഫോം ആണ്. ഇനി 2/2 ആണെന്ന് വിചാരിച്ചോ. ഒരു 2/2 മാട്രിക്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? എങ്ങനെ ഏത് രൂപത്തിൽ എഴുതി വെക്കാൻ പറ്റും? മാട്രിക്സ് A11 A12 A21 A22. നമ്മളെ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ക്ലിയർ അല്ലേ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തില്, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തില്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തില്. ആ രൂപത്തിൽ നമ്മൾ പണ്ട് കണ്ടതാണ്. ഓക്കെ, ഇനി സ്ക്വയർ മാട്രിക്സ് മാത്രമേ കൺസിഡർ ചെയ്ത്, അല്ലാത്ത മാട്രിക്സ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. 3/3 സ്ക്വയർ മാട്രിക്സ്, 2/2 സ്ക്വയർ മാട്രിക്സ്, രണ്ടിനും ജനറൽ ഫോം. ഇനി നിങ്ങൾ നോക്കുക, ഈ എലമെന്റ് ഒക്കെ കറക്റ്റ് അഡ്രസ് നോക്ക്. 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. ഇവിടെ 1 1 1 2 2 1 2 2. ഇതിൽ റോയോ കോളവും സെയിം ആവുന്ന പ്രൊവിഷനാണ്. 1 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഇതും സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. കണ്ട, അതായത് നമ്മൾ റോയും കോളം സെയിം ആവുന്ന, അതായത് ഈ എലിമെന്റ്സ് ഐയും ജെയും ഇതിൽ എങ്ങനെയല്ല നമ്മൾ എഴുതാറുണ്ട്, ij എന്നുള്ളത്. ഇതിൽ i ഈക്വൽ ടു j ആവുന്ന എലമെന്റ്സ് അത് ഈ കേസിലാണ്.
ഇവിടുത്തെ കേസിൽ ഇതാ ഈ കേസിലാണ്. ഇത്തരം എലിമെന്റ്സിനെ വിളിക്കുന്ന പേരാണ്, ഒരു പേരുണ്ട് അത്തരം എലിമെന്റ്സ്. എന്താ? എന്തായത്? ഡയഗണൽ എലമെന്റ്സ്. ശ്രദ്ധിക്കുക, ഏതൊരു സ്ക്വയർ മാട്രിക്സിന്റെയും പല രൂപത്തിൽ പറയാൻ പറ്റും. എന്താ പറയാ, ഐയും ജെയും സെയിം ആവുന്ന എലമെന്റ്സ് ഒരു രൂപത്തിൽ, അല്ലെങ്കിൽ റോയും കോളവും ഈക്വൽ ആവുന്ന എലമെന്റ്സ്. അതല്ലെങ്കിൽ സ്ക്വയർ മാട്രിക്സിന്റെ ഇങ്ങേ മൂലയിൽ നിന്ന് ഇങ്ങേ മൂലയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിൽ ഉൾപ്പെടുന്ന എലമെന്റ്സ്, അങ്ങനെയും പറയാം നമുക്ക് ഈസി ആയിട്ട്. അത്തരം എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണിത് ഡയഗണൽ എലമെന്റ്സ്. ഓർത്ത് വെക്കണം. നമുക്ക് ഒരു നോട്ടായിട്ട് എഴുതി വെക്കേണ്ട സംഗതിയാണെന്നല്ലോ, നമുക്ക് എഴുതി വെക്കാം. ഡയഗണൽ എലമെന്റ്സ്. ഞാൻ പറഞ്ഞ സംഗതി മനസ്സിലായോ? സ്ക്വയർ മാട്രിക്സിലെ ഇപ്പൊ വേറെ മാട്രിക്സ് നമ്മൾ ഉപയോഗിക്കും. മാട്രിക്സ് 1 2 3 5 6 7 ഇതൊരു മാട്രിക്സ് ആണ്. മാട്രിക്സ് 1 2 3 5 6 7. ഇതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഗതി ഏതൊക്കെയാ? ഇതിന്റെ ജനറൽ ഫോം ഏതാ? ഇത് 1 1 എലമെന്റ് ആണ്, ഇത് 1 2 എലമെന്റ്, ഇത് 1 3 എലമെന്റ്, ഇത് 2 1 എലമെന്റ്, ഇത് 2 2 എലമെന്റ്, ഇത് 2 3 എലമെന്റ്. ഓക്കെ, ഇതിൽ ഐയും ജെയും സെയിം ആവുന്ന 2 2 കേസ് എന്താ? ഇതല്ലേ ഉള്ളൂ. 1ഉം ഐയും ജെയും സെയിം ആവുന്ന 1 1 1 ആണ്, 2 2 6 ആണ്. പക്ഷെ എന്തല്ല, ഇതിലെ ഫുൾ ഇങ്ങോട്ട് വരണം. എന്താ? നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വരണം. മനസ്സിലായാലോ? അപ്പൊ അതാണ് ഇത് സ്ക്വയർ മാട്രിക്സിന്റെ കേസിൽ. ഇത് സ്ക്വയർ മാട്രിക്സ് അല്ല, ഇത് 2 റോയും 3 കോളവും 2/3 ആണ് ഇതിന്റെ ഓർഡർ. ഇത് സ്ക്വയർ മാട്രിക്സ് ഇല്ല. സ്ക്വയർ മാട്രിക്സിന്റെ കേസിൽ മാത്രം ഉള്ള സംഗതിയാണ് ഡയഗണൽ എലമെന്റ്സ്. ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഐയും ജെയും, ഐയുടെയും ജെയുടെയും വാല്യൂ സെയിം ആവുന്ന പൊസിഷണൽ എലമെന്റ്, അല്ലെങ്കിൽ റോയും കോളവും ഈക്വൽ ആവുന്ന എലമെന്റ്സ്. അതും അല്ലെങ്കിൽ സ്ക്വയർ മാട്രിക്സിന്റെ ഇങ്ങേ ഫസ്റ്റ് എലമെന്റ് ഇങ്ങേ മൂലയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിൽ ഉൾപ്പെടുന്ന എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയഗണൽ എലമെന്റ്സ്. മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? എങ്കിൽ പറ, ഞാനിവിടെ 3/3 മാട്രിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. മാട്രിക്സ് 1 2 3 4 5 6 7 8 9. ഈ മാട്രിക്സിന്റെ കേസിലെ ഡയഗണൽ എലമെന്റ്സ് ആരായിരിക്കും എന്ന് പറ? ഡയഗണൽ എലമെന്റ്സ് ആരൊക്കെയായിരിക്കും? 1 5 9. 1 5 9. ക്ലിയർ അല്ലേ? അപ്പം ഏതൊരു സ്ക്വയർ മാട്രിക്സിന്റെയും ഡയഗണൽ എലമെന്റ്സ് കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ 4ാമത്തെ ടൈപ്പ്, നമ്മൾ 3 ടൈപ്പിൽ വെച്ച് നിർത്തിയതാണ്. അതായത് റോ മാട്രിക്സ് പറഞ്ഞു, കോളം മാട്രിക്സ് പറഞ്ഞു, സ്ക്വയർ മാട്രിക്സ് പറഞ്ഞു, പിന്നെ ഞാൻ ഡയഗണൽ എലമെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി 4ാമത്തെ ടൈപ്പാണ് ഡയഗണൽ മാട്രിക്സ്. ഓക്കെ, ഡയഗണൽ മാട്രിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗണൽ എലമെന്റ്സ് ആണ്. എന്താണ് ഡയഗണൽ മാട്രിക്സ്? സിമ്പിൾ സംഗതിയാണ്. ഒരു സ്ക്വയർ മാട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ എലമെന്റ് ആയിട്ടുണ്ടാകും, മറ്റുള്ള 0 ആയിരിക്കും. നോൺ സീറോ എലമെന്റ് ആയിട്ട് ഡയഗണലിൽ മാത്രമേ ഉണ്ടാകാവൂ. മറ്റുള്ള എലമെന്റ്സ് എല്ലാം തന്നെ 0 ആയിരിക്കും. ഞാൻ പറഞ്ഞ സംഗതി മനസ്സിലായോ? അതായത് നോക്കുക, എക്സാമ്പിൾ ആയി നോക്കുക. മാട്രിക്സ് ഒരു 3/3 മാട്രിക്സ് ആണ് വെച്ചു. ഇപ്പൊ 1 2 3 മൊത്തം 9 എലമെന്റ് വരണം. ഇവിടെ 3/3 മാട്രിക്സ് ആണെങ്കിൽ. ഓക്കെ, ഇതിൽ എവിടെ മാത്രമേ നോൺ സീറോ അല്ലാത്ത എലമെന്റ് ഉണ്ടാകാവൂ? ഡയഗണൽ. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെന്റ് ആയിരിക്കും. -1 √2 3/2. അവിടെ മാത്രം. മറ്റുള്ള എലമെന്റ്സ് എന്തായിരിക്കും? അതായത് ഇതിനെ പറഞ്ഞ പേര്, ഈ എലമെന്റിനെ പറഞ്ഞ പേരെന്താ? ഡയഗണൽ എലമെന്റ്സ്. അപ്പം ഡയഗണൽ അല്ലാത്തതിന് എന്ത് പറയും? നോൺ ഡയഗണൽ എലമെന്റ്സ്. അതെല്ലാം എന്താവും? 0 ആയിരിക്കും. അതെല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഇത്തരം മാട്രിക്സിന് പറയുന്ന പേരാണെന്ത്? ഡയഗണൽ മാട്രിക്സ്. അപ്പൊ എന്തായിരിക്കും നമുക്ക് ഡെഫിനിഷൻ എഴുതി വെക്കുക? ഇവിടെ ഡയഗണൽ എലമെന്റ്സിന് മാത്രമേ നോൺ സീറോ എലമെന്റ്സ് ഉണ്ടാവൂ, അല്ലാത്ത നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം തന്നെ 0s ആയിരിക്കും. പറഞ്ഞ സംഗതി മനസ്സിലായി? ഇത്തരം മാട്രിക്സ്, ഇത് എന്ത് ടൈപ്പ് മാട്രിക്സാ? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. ഞാൻ എഴുതി വെച്ച എക്സാമ്പിൾ എന്തിന് എക്സാമ്പിളാ? 3/3 സ്കേലാർ മാട്രിക്സ് ആണ്. അതുപോലെ തന്നെ സ്ക്വയർ മാട്രിക്സും കൂടിയാണ്. മനസ്സിലായോ? എല്ലാ മാട്രിക്സിനും നമുക്ക് ഡയഗണൽ മാട്രിക്സ് ആയിട്ട് പറയാൻ കഴിയുമ്പോൾ ഡയഗണൽ മാട്രിക്സ് എല്ലാം തന്നെ എന്ത് മാട്രിക്സ് ആയിരിക്കണം? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും. നോക്കൂ, ഒരു 2/2 എത്ര എലമെന്റ് ഉണ്ടാവും? 4 എലമെന്റ് ഉണ്ടാവും. ഓക്കെ, ഉറപ്പായിട്ടും ഇവ രണ്ടാളും ഉണ്ടാവും. ഇത് രണ്ടാളും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള A B. ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്.
ഡയഗണലിൽ മാത്രമേ എലമെന്റ് ഉള്ളൂ. അതും എന്ത് എലമെന്റ്? നോൺ സീറോ എലമെന്റ്. അല്ലാത്ത നോൺ ഡയഗണൽ എലമെന്റ് എന്താ? സീറോ ആണ്. ഡയഗണൽ മാട്രിക്സിന് എക്സാമ്പിൾ മനസ്സിലായോ? 2/2 ഇത് എന്ത് മാട്രിക്സും കൂടിയാ? സ്ക്വയർ മാട്രിക്സും കൂടിയാ. ക്ലിയർ? ഇതാണ് ഡയഗണൽ മാട്രിക്സ്. അടുത്ത മാട്രിക്സ് സ്കേലാർ. സ്കേലാർ മാട്രിക്സ്. എന്താണ് സ്കേലാർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ തൊട്ട് മുമ്പ് എന്തിനെ കുറിച്ച് പഠിച്ചു? ഡയഗണൽ മാട്രിക്സ്. അതിന്റെ പ്രത്യേകത എന്താ? അത് എന്ത് ടൈപ്പ് മാട്രിക്സ് ആയിരിക്കണം? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ഇതും അതുപോലെ തന്നെ സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. ഇനി ഡയഗണൽ മാട്രിക്സിന്റെ കേസിലെ പ്രത്യേകത എന്താ നമ്മൾ പറയുന്നത്? ഡയഗണലിലെ എലമെന്റ് മാത്രമേ നോൺ സീറോ, സീറോ അല്ലാത്തത് ഉണ്ടാകാവൂ. അല്ലാത്തതൊക്കെ തന്നെ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഇവിടെ അതിനൊക്കെ ചെറിയൊരു വ്യത്യാസം. ഞാനൊരു 2/2 മാട്രിക്സ് ഇവിടെ എഴുതാൻ പോകുന്നത്. അവിടുത്തെ കേസിൽ നോൺ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അതുപോലെ തന്നെ സെയിം സംഗതി തന്നെയാണ് സ്കേലാർ മാട്രിക്സിന്റെ കേസും. ഇപ്പൊ 3/3 ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ 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 മൊത്തം 9 എലമെന്റ് ഇങ്ങനെ വരണ്ടേ? കാരണം അതും സ്ക്വയർ മാട്രിക്സ് ആണല്ലോ. സ്കേലാർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മാട്രിക്സ് ആണ്. അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, ഡയഗണൽ മാട്രിക്സിനെ പോലെ തന്നെ ഈ എലമെന്റ്സ് ഒഴിച്ച് മറ്റുള്ള എല്ലാം എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അപ്പൊ ഇത് സീറോ, ഇത് സീറോ, ഇത് സീറോ, ഇത് സീറോ, ഇത് സീറോ, ഇതും സീറോ. ഇത്രയും തീരുമാനമായി കഴിയും. ഇനി ഇതിന്റെ അവസ്ഥ എന്താ? ഈ കാണുന്ന ഡയഗണൽ എലമെന്റിന്റെ അവസ്ഥ എന്താണ്? ഡയഗണൽ മാട്രിക്സിന്റെ കേസിൽ ഏത് എലമെന്റും വരാം, സീറോ അല്ലാത്ത. അതല്ലേ പറഞ്ഞത്? നെഗറ്റീവ് വരാം, എല്ലാം എന്തും വരാം. ഇവിടുത്തെ കേസിൽ സ്കേലാർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം സെയിം ആയിരിക്കണം. ഇവിടെ ഈ 3 എലമെന്റും അല്ലെങ്കിൽ ഈ 2 എലമെന്റും സെയിം ആയിരിക്കും. ഉദാഹരണം, ഇവിടെ നിന്ന് -1 ആണെങ്കിൽ ഇവിടെയും എന്താണോ? -1. ഇവിടെ 3 ആണ് ഉള്ളതെങ്കിൽ ഇതും 3, ഇതും 3. മനസ്സിലായോ? ഇതിനെ പറയുന്ന പേരാണ് എന്ത് മാട്രിക്സ്? സ്കേലാർ മാട്രിക്സ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്. പ്രത്യേകത, ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കും. നോൺ ഡയഗണൽ എലമെന്റ്സ് സീറോ ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് സെയിം ആയിരിക്കും, നോൺ ഡയഗണൽ എലമെന്റ്സ് സീറോ ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണെന്ത്? സ്കേലാർ മാട്രിക്സ്. ക്ലിയർ? ഇതൊക്കെ സ്ക്വയർ മാട്രിക്സ് ആണെന്ന് കൂടി ഓർത്ത് വെച്ചു. ഓക്കെ, അടുത്ത ടൈപ്പാണ് എന്തായത്? ഐഡന്റിറ്റി മാട്രിക്സ്. സിമ്പിൾ. നമ്മളെ ഡയഗണൽ മാട്രിക്സ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ സ്കേലാർ മാട്രിക്സ് പറഞ്ഞ പോലെ സിമ്പിൾ സംഗതിയാണ്. നോക്കിക്കോ, ഞാനൊരു 2/2 മാട്രിക്സ്, അതുപോലെ 3/3 ഞാനിങ്ങനെ കുത്തിട്ട് വെക്കാൻ കാരണം നിങ്ങൾക്ക് ഏത് എലമെന്റ് വെച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ഫില്ല് ചെയ്യാം. സാധാരണ മാട്രിക്സ് ആണെങ്കിൽ. ഇതാവുമ്പോൾ സ്പെഷ്യൽ കേസാണ് ഐഡന്റിറ്റി മാട്രിക്സ് എന്നൊക്കെ പറഞ്ഞ സാധനം. ഓക്കെ, നമ്മൾ നോക്കൂ, ഞാനിവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, വെറും ഡോട്ട് മാത്രം. 2/2ന്റെ ഡോട്ട്, കാരണം 3/3 ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതും എന്ത് മാട്രിക്സാ? ഈ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മാട്രിക്സാ? സ്ക്വയർ മാട്രിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗണൽ മാട്രിക്സും സ്ക്വയർ മാട്രിക്സ് ആണ്. സ്കേലാർ മാട്രിക്സും സ്ക്വയർ മാട്രിക്സ് ആണ്. ഐഡന്റിറ്റി മാട്രിക്സും സ്ക്വയർ മാട്രിക്സ് ആണ്. ഇനി എന്താണ് പ്രത്യേകത? ഒന്ന് റീകാൾ ചെയ്ത് നോക്കൂ. നമ്മളിത് നമ്മളെ ഡയഗണൽ മാട്രിക്സ് ആണെങ്കിൽ എന്താ പ്രത്യേകത നമ്മൾ പറഞ്ഞത്? ഈ 2 എലമെന്റ് മാത്രമേ ഉണ്ടാവൂ. ഈ 2 ആൾക്കാർ, ഈ 3 എലമെന്റ് മാത്രമേ ഉണ്ടാകൂ എന്നല്ല, സീറോ അല്ലാത്ത ഈ 2 എലമെന്റ് മാത്രം, സീറോ അല്ലാത്ത ഈ 3 എലമെന്റ് മാത്രം. മറ്റ് എലമെന്റ് എല്ലാം തന്നെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇത് ഡയഗണൽ മാട്രിക്സ്. അപ്പുറം വന്നു കഴിഞ്ഞാൽ സ്കേലാർ മാട്രിക്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഇത് രണ്ടും സെയിം ആയിരിക്കും, മറ്റെല്ലാം സീറോ ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും, അല്ല 3ഉം സെയിം ആയിരിക്കും, മറ്റെല്ലാം സീറോ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത, ഈ കാണുന്ന 2ഉം ഫുൾ ടൈം 1 ആയിരിക്കും. ഈ കാണുന്ന 3ഉം ഫുൾ ടൈം 1 ആയിരിക്കും, മറ്റെല്ലാം സീറോ ആയിരിക്കും. 1 1 1 1 1, മറ്റെല്ലാം സീറോ. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ? ഇത് മാട്രിക്സ് 1 0 0 1. ഇത് മാട്രിക്സ് 1 0 0 0 1 0 0 0 1. പ്രധാനപ്പെട്ട ഒരു മാട്രിക്സ് ആണ്. പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. 2/2 സ്ക്വയർ മാട്രിക്സ്, 2/2 ഐഡന്റിറ്റി മാട്രിക്സ് ഏതാണെന്ന് വെച്ചാൽ ഉടനെ തന്നെ പറയാൻ പറ്റണം 1 0 0 1. 3/3 ഐഡന്റിറ്റി മാട്രിക്സ് ഏതാ? മാട്രിക്സ് 1 0 0 0 1 0 0 0 1. ഓക്കെ,
പ്രത്യേകം ശ്രദ്ധിച്ചു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക നൊട്ടേഷൻ ഉണ്ട്. ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യും. ഐഡന്റിറ്റി എന്നുള്ള പേരിന് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഐ, അത് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആർക്ക് വേണ്ടി? ഐഡന്റിറ്റി മാട്രിക്സിന്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എന്ത് വിളിക്കാമെന്നറിയോ? I2 എന്ന് വിളിക്കാം. I2 എന്താ ഈ I2 എന്ന് പറഞ്ഞാൽ? ഐഡന്റിറ്റി മാട്രിക്സ് ആണോ ഓഫ് ഓർഡർ 2. 2 എന്ന് പറഞ്ഞാൽ 2/2. ഇതിനപ്പം എങ്ങനെ വിളിക്കാം? I3. മനസ്സിലായല്ലോ? ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3. ഇതാണ് ഐഡന്റിറ്റി മാട്രിക്സ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞല്ലോ. സീറോ മാട്രിക്സ് പേരിൽ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് സീറോ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ. അതാ ഒരു മാട്രിക്സിലെ എല്ലാ എലമെന്റ്സും സീറോ. നേരത്തെ നമ്മൾ എഴുതിയ ഡയഗണൽ മാട്രിക്സിനോ സ്കേലാർ മാട്രിക്സിനോ ഐഡന്റിറ്റി മാട്രിക്സിനോ ഒന്നും തന്നെ എന്തല്ല, എല്ലാ എലമെന്റും സീറോ ആയിട്ട്. മാത്രമല്ല അതിന് പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. അത് എന്ത് മാട്രിക്സ് ആയിരിക്കണം? സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം. എന്നാൽ ഇവിടെ സ്ട്രക്ചർ ഒന്നുമില്ല. ഏതൊരു മാട്രിക്സിനും അതിലെ ഫുൾ എലമെന്റ് സീറോ ആണെങ്കിൽ അത്തരം പറയുന്ന പേരാണിത് സീറോ മാട്രിക്സ്. ഉദാഹരണത്തിന് ഇതാ മാട്രിക്സ് 0 1/1 മാട്രിക്സ് ആണിത്. ഓർഡർ 1/1 ആണ്. ഒരു റോയും ഒരു കോളും. ഇനി മാട്രിക്സ് 0 0 ഇതൊരു മാട്രിക്സ് ആണ്. ഫുൾ എലമെന്റ് മാട്രിക്സ് 0 0 0 മാട്രിക്സ് ആണ്. മാട്രിക്സ് 0 0 0 0 ഒരു 2/2 0 മാട്രിക്സ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി മാട്രിക്സ് 0 0 0 0 0 0 ഏത് ഓർഡറിലും വരാം, ഏത് രൂപത്തിലും വരും. മാട്രിക്സ് 0 0 0 0 0 0 ഇതൊരു സീറോ മാട്രിക്സ് ആണ്. ഇനി മാട്രിക്സ് ഇഷ്ടം പോലെ 0 0 0 0 0 0 0 0 0 മനസ്സിലായല്ലോ? ഏതൊരു മാട്രിക്സിന്റെയും സ്ക്വയർ മാട്രിക്സ് ആണ്, പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും ഇതിനില്ല. ഏതൊരു മാട്രിക്സിന്റെയും അതിന്റെ ഫുൾ എലമെന്റ് 0 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത് മാട്രിക്സ്? സീറോ മാട്രിക്സ്. ഇനി ഇതിന് പ്രത്യേകിച്ച് നൊട്ടേഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ നൊട്ടേഷനുള്ള ആളെ കുറിച്ച് പറഞ്ഞു, ഐഡന്റിറ്റി മാട്രിക്സ്. ഇതിന്റെ കേസിൽ നൊട്ടേഷൻ ഇതാ O. O എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അത് ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. ഓക്കെ, പറഞ്ഞ സംഗതി ക്ലിയർ ആണല്ലോ. ഇപ്പം പല ടൈപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് റോ മാട്രിക്സ്. ഒന്ന് റീകോൾ ചെയ്യും. റോ മാട്രിക്സ് എന്താ? റോ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാട്രിക്സിൽ ഒരൊറ്റ റോയേ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണിത് റോ മാട്രിക്സ്. എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്വന്തമായി ഇഷ്ടം പോലെ എക്സാമ്പിൾ ചെയ്തു. ഓക്കെ. രണ്ടാമത് കോളം മാട്രിക്സ് ആണ്. എന്താ കോളം മാട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മാട്രിക്സിന് ഒരൊറ്റ കോളമേ ഉള്ളൂ എങ്കിൽ. റോയിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓർഡറിന്റെ പ്രത്യേകത ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ മാട്രിക്സ് ഏതാ? സ്ക്വയർ മാട്രിക്സ്. എന്താ സ്ക്വയർ മാട്രിക്സിന്റെ പ്രത്യേകത? ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. അതിന്റെ ഓർഡർ ഞാൻ എഴുതുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ എഴുതുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു കാര്യം, ഒരു നോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താ? ഡയഗണൽ എലിമെന്റ്സ്. എന്താണ് ഡയഗണൽ എലിമെന്റ്സ്? ഒരു സ്ക്വയർ മാട്രിക്സിലെ അതാ ഡയഗണലിൽ ഉള്ള എലിമെന്റ്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ എലിമെന്റ്സ്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാ, ഇങ്ങനെ വരച്ചാൽ കിട്ടുന്ന പറയുന്ന പേരാണത് ഡയഗണൽ എലിമെന്റ്സ്. സ്ക്വയർ മാട്രിക്സിന്റെ അല്ലാത്തൊരു മാട്രിക്സിന്റെ കേസല്ല. ഓക്കെ, അവിടുന്ന് ഒരു അടുത്ത ടൈപ്പ്, നാലാമത്തെ ടൈപ്പ്. ഏതാ നാലാമത്തെ ടൈപ്പ്? ഡയഗണൽ മാട്രിക്സ്. എന്താ ഡയഗണൽ മാട്രിക്സിന്റെ പ്രത്യേകത? ഡയഗണൽ എലിമെന്റ്സിൽ മാത്രമേ നോൺ സീറോ എലിമെന്റ്സ്, അതിനപ്പുറം അല്ലാത്ത എലിമെന്റ്സ് ഒക്കെ തന്നെ സീറോ. നാലാമത്. അഞ്ചാമത് ഏതാ? സ്കേലാർ മാട്രിക്സ്. ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ തന്നെ സെയിം, അല്ലാത്ത നോൺ ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ തന്നെ സീറോസ്. ആറാമത് ഐഡന്റിറ്റി മാട്രിക്സ്. ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ തന്നെ 1, അല്ലാതെ ഒന്നും വരില്ല 1, മറ്റുള്ള എല്ലാം തന്നെ 0. ഏഴാമത്തത് സീറോ മാട്രിക്സ്. എല്ലാ എലിമെന്റും, അതിന് പ്രത്യേക ഷേപ്പ് ഒന്നും പറയാനില്ല. മനസ്സിലായാലും? അതെല്ലാം തന്നെ 0 ആണെങ്കിൽ അത്തരം മാട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സീറോ മാട്രിക്സ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാട്രിക്സസ് നമ്മൾ ഡിസ്കസ് ചെയ്തു വിത്ത് എക്സാമ്പിൾ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കുന്ന സംഗതി എന്താണ്? ഇക്വാലിറ്റി ഓഫ് മാട്രിസസ്. ഇക്വാലിറ്റി നമ്മളിപ്പോൾ ഓരോരോ സെക്ഷൻ തീർത്തിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് മാട്രിക്സ്. ആദ്യം മാട്രിക്സ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. മാട്രിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പല ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പം പറയുന്നത് ചോദിക്കുന്ന കാര്യം എന്താണ്? ഡിസ്കസ് ചെയ്യുന്ന കാര്യം, രണ്ട് മാട്രിക്സ് നമ്മൾ കൈ തന്നു. ഇവർ രണ്ടാളും ഈക്വൽ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? അതാണ് ഈ കാണുന്നത് ഇക്വാലിറ്റി ഓഫ് മാട്രിസസ്.
ഇപ്പോൾ ഉദാഹരണത്തിന് എ എന്നുള്ളൊരു മാട്രിക്സ് ആണ്, ബി എന്നുള്ളൊരു മാട്രിക്സ് ആണ്. ഈ രണ്ട് മാട്രിക്സും ഈക്വൽ ആകണമെങ്കിൽ എന്തായിരിക്കും, എപ്പോഴായിരിക്കും ഈക്വൽ ആകുക? ഇപ്പൊ രണ്ട് വെയിറ്റ് ഈക്വൽ, രണ്ട് സാധനം നമ്മൾ രണ്ട് കയ്യിലുണ്ട്, രണ്ടും ഈക്വൽ ആണ്, വെയിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞെങ്കിൽ ഇതേപോലെയാണെന്ന് പറഞ്ഞെങ്കിൽ വെയിറ്റ് ആണെന്ന് നോക്കുക. ഓക്കെ, രണ്ടും സെയിം ആണ്. അതേപോലെ രണ്ട് മാട്രിക്സ് നിങ്ങളെ കൈ തന്നിട്ട് അത് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആ മാട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാം? രണ്ടിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, രണ്ടിൻ്റെയും ഈക്വൽ ഓർഡർ ആയിരിക്കണം. രണ്ട് മനസ്സിലാകുന്നത്? ഇവിടുത്തെ ഓർഡർ എത്രയാണോ, ഇവിടെ m/n ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കണം? m/n ആയിരിക്കണം. അതാണ് ഫസ്റ്റ് സംഗതി. രണ്ട് മാട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ അവയുടെ ഓർഡർ സെയിം ആയിരിക്കണം, ഓർത്തു വെക്കുക. രണ്ടാമത് ഈക്വലായി, അതായത് രണ്ടിനെയും ഓർഡർ സെയിം ആയി എങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. പറഞ്ഞ സംഗതി മനസ്സിലായോ? രണ്ട് മാട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ? രണ്ടിനെയും ഓർഡർ സെയിം ആയിരിക്കും. രണ്ടിനും ഓർഡർ സെയിം ആയി എങ്കിൽ കറസ്പോണ്ടിങ്, ഉദാഹരണം നോക്കിയാൽ ഞാനിപ്പോൾ രണ്ട് മാട്രിക്സ് എ എന്നുള്ള മാട്രിക്സ് നോക്കിക്കോ, A11 ഞങ്ങളായിട്ടിരുന്ന A12 A21 A22. ബി എന്നുള്ള മാട്രിക്സ് ഞാൻ എഴുതി വെക്കുന്നു, B11 മാട്രിക്സ് B11 B12 B21 B22. ഈ എ ഈക്വൽ ടു ബി ആവണമെങ്കിൽ എന്തൊക്കെ എന്ന് ഞാൻ പറഞ്ഞത്? രണ്ടിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ആണോ? ഇതിന്റെ ഓർഡർ എത്രയാ? 2/2. ഇതിന്റെ ഓർഡർ എത്രയാ? അതും 2/2. ഈക്വൽ ആണ്. ഒന്നാമത്തെ കേസ് ഓക്കെ ആണ്, ഓർഡർ ഈക്വൽ ആണ്. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഇവ രണ്ടാളും അടുപ്പിച്ച് എഴുതി നോക്കൂ. A11 A12 A21 A22 ഈക്വൽ ടു മാട്രിക്സ് B11 B12 B21 B22. എന്താ കറസ്പോണ്ടിങ് എലമെന്റ്സ്? ഈ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്നാൽ ഇവിടുത്തെ 1/1th എലമെന്റ് ഇവിടുത്തെ 1/1th എലമെന്റിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് A11 ഈക്വൽ ടു B11 ആയിരിക്കും. ഇവിടുത്തെ 1/2th എലമെന്റ് ഇവിടുത്തെ 1/2th എലമെന്റ് ദാറ്റ് ഈസ് A12 ഈക്വൽ ടു B12 ആയിരിക്കും. ഇനി ഇവിടുത്തെ 2/1th എലമെന്റ് ഇവിടുത്തെ 2/1th A21 ഈക്വൽ ടു B21. ഇനി A22 ഈക്വൽ ടു B22. ഇതാണ് ആ ഉദ്ദേശിച്ച കറസ്പോണ്ടിങ് എലമെന്റ്സ്. മനസ്സിലായാലും? അപ്പൊ രണ്ട് മാട്രിക്സ് നിങ്ങളെ കൈ തന്നിട്ട് ഈക്വൽ ആണോ എന്ന് ചോദിച്ചാൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി. എന്താ പറഞ്ഞ സംഭവം? ഇതാ, ഈക്വൽ ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ? രണ്ടിന്റെയും ഓർഡർ ഈക്വൽ ആയിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് വെറുതെ സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് എക്സാമ്പിൾ വെച്ച് കാണിച്ചത് രണ്ടിനും ഓർഡർ ഈക്വൽ ആണ്. ഇതിന്റെ ഓർഡർ 2/2 ആണ്. ഇവിടെ കിട്ടി 2 റോ 2 കോളം. ഇതിന്റെ ഓർഡർ 2/2 ആണ്. ഓർഡർ സെയിം ആണ്. ഓക്കെ, എങ്കിൽ എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. എന്താണ് കറസ്പോണ്ടിങ് എലമെന്റ് എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഏതാ കറസ്പോണ്ടിങ്? ഇവിടുത്തെ 1/1th എലമെന്റ് ഇവിടുത്തെ 1/1th എലമെന്റ്, ഇവിടുത്തെ 1/2 ഇവിടുത്തെ 1/2 ഇവിടുത്തെ അതാണ് എഴുതി വെച്ചത്. മനസ്സിലായോ? ഇത് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് x, y and z if matrix 4 3 x5 equal to matrix yz 1 5. ഇപ്പോ ഈക്വാലിറ്റി ഓഫ് മാട്രിക്സ് എന്നുള്ള ഐഡിയ പ്രകാരം ക്വസ്റ്റ്യൻ വരുന്നോളൂ. അതിൽപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കോ, ഒരു മാട്രിക്സ് രണ്ടും എന്താന്നാ പറഞ്ഞത്? ഈക്വൽ ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഈക്വൽ ആയിരിക്കും. ഇത് ആവണമെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ ഓർഡർ സെയിം ആയിരിക്കണം. ആണോ? 2/2 ഓർഡർ സെയിം ആണ്. ഓർഡർ സെയിം ആണെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? ആ വാക്കെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. എങ്കിൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതാ ഇവിടുത്തെ 4 എന്തിനോട് ഈക്വൽ ആയിരിക്കും? വൈയോട് ഈക്വൽ ആയിരിക്കും. 4 ഈക്വൽ ടു വൈ. ഇപ്പൊ വൈയുടെ വാല്യൂ കിട്ടി, ഇതിന്റെ വാല്യൂ കിട്ടി. അടുത്ത് 3 ഈക്വൽ ടു z, 3 ഈക്വൽ ടു z. അപ്പൊ ഇതിന്റെ വാല്യൂ കിട്ടി. സിമ്പിൾ സംഗതി. ഇനി x ഈക്വൽ ടു 1, അതും കിട്ടി. ഇനി 5 ഈക്വൽ ടു 5, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. 5 ഈക്വൽ ടു 5. ആൻഡ് വാല്യൂസ് ആർ ഈ സൈഡിലെ ക്വസ്റ്റ്യൻ ആണ്. x ഈക്വൽ ടു 1, y ഈക്വൽ ടു 4 ആൻഡ് z ഈക്വൽ ടു 3. മനസ്സിലായോ?
ഇക്വാലിറ്റി ഓഫ് മാട്രിസസ് ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് എക്സ് വൈ ആൻഡ് സെഡ് ഇഫ് ഇതൊരു മാട്രിക്സ് ആണ്. വായിക്കേണ്ട മാട്രിക്സ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എക്സ് പ്ലസ് സെഡ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു മാട്രിക്സ് 9 5 7. ഇത് രണ്ടും എന്താ ഈക്വൽ ആണ് എങ്കിൽ എക്സ് വൈ സെഡ് കണ്ടെത്താം. നമുക്കറിയാം ഈക്വൽ ആണെങ്കിൽ രണ്ട് മാട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കണ്ടീഷൻ എന്താ? രണ്ടിനെയും ഓർഡർ സെയിം ആയിരിക്കണം ആണ്. ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഒറ്റ കോളം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഇത് 3/1 മാട്രിക്സ് ആണ്. ഇവിടെയും ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഒറ്റ കോളം. ഒറ്റ കോളം മാട്രിക്സ് നമ്മൾ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? കോളം മാട്രിക്സ് ആണ്. ഇതും ഒരു കോളം മാട്രിക്സ് ആണ്, ഇതും ഒരു കോളം മാട്രിക്സ് ആണ്. ആ രണ്ട് കോളം മാട്രിക്സ് ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും പറയാനില്ല. ഒറ്റ കാര്യം മാത്രം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9. ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അടുത്ത് എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 5. ഇതിനെ ഞാൻ എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. മൂന്നാമത്തെ വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 7. ഇതിന് ഇക്വേഷൻ 3 എന്നും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നോക്കിക്കോ, നമുക്ക് വേണ്ടത് ആരൊക്കെയാ? എക്സ് വൈ സെഡ് ആണ്. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഈസി ആയിട്ട് എക്സും വൈ സെഡും കിട്ടും. നോക്ക്, ഫസ്റ്റ് ഇക്വേഷൻ എക്സും വൈയും സെഡും ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? 9 കിട്ടുക. സെക്കൻഡ് ഇക്വേഷനിലോ എക്സും സെഡും ആഡ് ചെയ്താൽ 5 ആണ്. അപ്പൊ നോക്ക്, ഈ കാണുന്ന സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം എക്സും സെഡും ആഡ് ചെയ്താൽ 5 ആണ്. അതായത് ഈ എക്സും ഈ സെഡും പരസ്പരം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 ആണ്. അതിന്റെ കൂടെ വൈയും കൂടി വന്നാൽ എത്രയാ? 9 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം എക്സും വൈയും സെഡും കൂട്ടിയാൽ 9 ആണ്. സെക്കൻഡ് ഇക്വേഷൻ പ്രകാരം ആ 3 സംഖ്യയിൽ എക്സും ഒന്നാമത്തും മൂന്നാമത്തും എക്സും സെഡും കൂട്ടിയാൽ 5 ആണ്. അപ്പൊ പിന്നെ ഒന്നാമത്തവും മൂന്നാമത്തും എക്സും സെഡും കൂട്ടിയാൽ 5 കിട്ടും. അതിന്റെ കൂടെ വൈയും കൂടി കൂട്ടിയാൽ 9 ആണ്. ഓക്കെ, അപ്പം ഇതിനെയും ബേസ് ചെയ്ത് 5 ആണ് അല്ലേ? പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ലീവ് ആണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9 ആണ്. അതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, എക്സ് പ്ലസ് സെഡ് പ്ലസ് വൈ ഈക്വൽ ടു 9. ഇതിന്റെ വാല്യൂ എത്രയാ? 5. 5 പ്ലസ് വൈ ഈക്വൽ ടു 9. ക്ലിയർ? ദെൻ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? ഈ വൈ 5നെ വലത് ഭാഗത്തേക്ക് കിട്ടും. 9 മൈനസ് 5 ഈക്വൽ ടു 4. വൈ കിട്ടിക്കഴിയും. പറഞ്ഞ സംഗതി മനസ്സിലായോ? വൈ റെഡി ആയി കഴിയും. ഇനി നമുക്ക് എക്സ് കിട്ടുന്നത് ഇതേ ഐഡിയ ഇനി പ്രയോഗിക്കാം. നോക്കോ, വൈയും സെഡും ആഡ് ചെയ്താൽ 7 ആണ്. ഈ വൈയും സെഡും ആഡ് ചെയ്താൽ 7 ആണ്. അപ്പൊ ഇതിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 1. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 9 അല്ലേ? അതിൽ വൈ പ്ലസ് സെഡ് ഇതിന്റെ വാല്യൂ നമുക്കറിയാം. എക്സ് പ്ലസ് 7 ഈക്വൽ ടു 9. ദെൻ എക്സ് ഈക്വൽ ടു ഈ 7നെ അങ്ങോട്ട് കൊണ്ടുപോകും. 9 മൈനസ് 7 2. എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി, വൈന്റെ വാല്യൂ കിട്ടി. ഇനി സെഡിന്റെ വാല്യൂ കിട്ടാൻ നിങ്ങൾ ഈ എക്സിന്റെ വാല്യൂയോ വൈന്റെ വാല്യൂ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 2 ഇൻ ഇക്വേഷൻ 2. എക്സിന്റെ വാല്യൂ 2 എന്നത് ഇവിടെ കൊണ്ടേ കൊടുക്കും. അപ്പൊ എന്ത് വരും പറയാ? 2 പ്ലസ് സെഡ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സെഡ് ഈക്വൽ ടു 2നെ വലത് ഭാഗത്ത് കൊണ്ടാൽ 5 മൈനസ് 2 ഈക്വൽ ടു 3. എല്ലാവരും കിട്ടി. That is, the values are x equal to 2, y equal to 4 and z equal to 3. മനസ്സിലായോ? സിമ്പിൾ സംഗതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് എക്സ് വൈ ആൻഡ് സെഡ് ഇഫ് ഇതാ സെയിം മാട്രിക്സ് ആണത്. മാട്രിക്സ് എക്സ് പ്ലസ് വൈ 2 5 plus z xy equal to matrix 6 2 5 8. രണ്ട് മാട്രിക്സ് ഈക്വൽ ആണ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം മുന്നോട്ട്. ഓക്കെ, എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്താ പറയുക? ഇക്വേറ്റ് ചെയ്യാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്തിനോടൊക്കെ ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമല്ലോ. എന്തിനോടൊക്കെയാ? 5 പ്ലസ് എക്സ് പ്ലസ് വൈ
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 ഇക്വേഷൻ നമ്പർ 1. നേരത്തെ ചെയ്തതുപോലെ ഞാൻ നേരത്തെ ചെയ്ത കുറച്ച് നീട്ടി പരത്തി പറഞ്ഞതാണ്. നിങ്ങൾക്ക് കുറേ സ്റ്റെപ്പ് കട്ട് ചെയ്യാം. ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞതാണ്. ഇതും അതുപോലെ നീട്ടി പരത്തി പറയുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ ഓക്കെ. അടുത്ത 2 ഈക്വൽ ടു 2 പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഈക്വൽ ആണ്. അടുത്ത 5 പ്ലസ് z ഈക്വൽ ടു എന്താ 5 ആണ്. ഇക്വേഷൻ നമ്പർ 2 അതിന് കൊടുത്തു. അടുത്ത എക്സ് വൈ ഈക്വൽ ടു 8 ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, 3 ഇക്വേഷൻ. നാലാമത്തെ ഇക്വേഷൻ ഇല്ലാത്തതിന് കാരണം എന്താ മനസ്സിലായിട്ടുണ്ടാവില്ല. രണ്ടും ഈക്വൽ, ഓട്ടോമാറ്റിക്കലി ഈക്വൽ. അതിന് പ്രത്യേകിച്ച് നമുക്ക് കിട്ടാനില്ല. നമുക്ക് എക്സിന്റെ വൈൻ്റെ സെറ്റിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിൽ സെക്കൻഡ് ക്വസ്റ്റൻ ഒറ്റയടിക്കുന്നത് സെക്കൻഡ് ഇക്വേഷനിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആരുടെ വാല്യൂ കിട്ടും? സെറ്റിന്റെ വാല്യൂ കിട്ടും. സെറ്റ് ഈക്വൽ ടു 0. 5 പ്ലസ് 0 ആണ് 5. ഫ്രം ഇക്വേഷൻ 2 z ഈക്വൽ ടു എന്താ 0. ഞാൻ പറഞ്ഞ നീട്ടി പരത്തി എഴുതുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി ആവശ്യമുള്ളതൊക്കെ നേടുത്താൽ മതി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ നമ്മളെ കയ്യിലെടുത്തു. സെറ്റിന്റെ വാല്യൂ കിട്ടിക്കഴിയും. ഈ രണ്ട് കേസിന് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3ഉം അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടും. ഒരു ഐഡിയ പ്രയോഗിക്കാം. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. രണ്ട് സംഖ്യയാണ് കിട്ടുന്നത്, രണ്ട് വാല്യൂസ് ആണ് എക്സിനും വൈക്കും. ആ രണ്ട് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടും. ഇഷ്ടം പോലെ പോസിബിലിറ്റീസ്. 1ഉം 5ഉം 2ഉം 4ഉം 3ഉം 3ഉം 4ഉം 2ഉം 5ഉം 6ഉം നിങ്ങൾക്ക് നോക്കി നോക്കാം എല്ലാം ഏത്. ഇനി മാത്രമല്ല അവരെല്ലാം ഗുണിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 8ഉം കിട്ടണം. അപ്പം 1 5 പറ്റുമോ? ഇല്ല. മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആണ്. 2 4 പറ്റുമോ? പറ്റും. പറ്റുന്നില്ല. പറ്റാം. 3 3 പറ്റുമോ? ഇല്ല. 3 3 9 ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ. 4 2 പറ്റാം. 5 1 പറ്റൂല. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷേ ഇത് എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റൻ അല്ലല്ലോ, പരീക്ഷയ്ക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്ത് നിർബന്ധമാണ്. നമുക്ക് ഇവിടെ തന്നെ ആൻസർ കിട്ടും. എക്സ് ഈക്വൽ 2 വൈ ഈക്വൽ 4 ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ 4 വൈ ഈക്വൽ 2 ആയിരിക്കാം എന്നൊക്കെ പറയാം. z 0 ഓൾറെഡി കിട്ടിക്കഴിയുന്നതാണ്. പക്ഷെ അത് നമുക്ക് ശരിക്കും ചെയ്ത് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നോക്കിക്കോ. ഫ്രം ഇക്വേഷൻ 1 ഇക്വേഷൻ 1ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന പറയും? എക്സ് പ്ലസ് വൈ ഈക്വൽ 6 അല്ലേ? അവിടുന്ന് y ഈക്വൽ ടു എന്ത് കിട്ടും? 6 മൈനസ് എക്സ്. ക്ലിയർ അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇതാണ് y എവിടെ കാണുന്ന അവിടെയൊക്കെ എന്ത് ചെയ്യാം? 6 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദിസ് ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3ൽ വൈയുടെ സ്ഥാനത്ത് 6 മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ എന്ത് വരും? എക്സ് ഇൻറ്റു 6 മൈനസ് എക്സ് ഈക്വൽ ടു 8. ക്ലിയർ അല്ലേ? മൾട്ടിപ്ലൈ 6 ഇൻറ്റു എക്സ് 6x, എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 8. ക്ലിയർ? ഞാൻ ഈ ടേമിന് മൊത്തം ഇത്രയും ടേമിന് മൊത്തം വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ പ്ലസ് ഒക്കെ മൈനസ് ആവും. ക്ലിയർ അല്ലേ? ഈ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആവും. ഈ പ്ലസ് 6x മൈനസ് 6x ആവും. ഇത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. പ്ലസ് 8 ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കിട്ടുന്നത് എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ ഫുള്ളി എക്സിലാണുള്ളത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ പഠിച്ചു വെച്ചാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ആരെ കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. നമുക്ക് എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെ വാല്യൂ ഉണ്ട്. ഇത് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കിട്ടും. ആ കിട്ടിയ എക്സിന്റെ ബേസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു കൊടുത്താൽ ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് വേണമെങ്കിൽ കൊടുത്തോ. ഇക്വേഷൻ 4 നമുക്ക് ഉപകാരപ്പെടും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോ ഇവിടുന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പല പല മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മറ്റേ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് -b + 4 - b² - 4ac/2a ഇക്വേഷൻ, അതല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ്, അത് നിങ്ങൾക്ക് പറ്റും. ഏതാണോ ഏറ്റവും സ്യൂട്ടായി തോന്നുന്നത് അത് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടോ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? -b + 4 - ഉപയോഗിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഫാക്ടറൈസേഷൻ എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നീട്ടിപ്പരത്തി പോകാൻ നേരത്തെ പറഞ്ഞതാണ്. എക്സ്ക്യൂസ് ചെയ്യാൻ ആദ്യം അവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ a ഈക്വൽ ടു 1 ആണ് x² കൂടെ, b ഈക്വൽ ടു -6 എക്സിന്റെ കൂടെ, c ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേം 8. ക്ലിയർ? Then x equal to -b + or - b² - 4ac divided by 2a. ഞാൻ ഈ ഇക്വേഷൻ ഒക്കെ എഴുതി ഇങ്ങനെ പോകാൻ കാരണം ഒന്ന് റീകോൾ ചെയ്യാൻ പഴയ കാലഘട്ടം കഴിഞ്ഞ വർഷം പഠിച്ചു. ഓക്കെ, ഈക്വൽ ടു b -6 ആണ്. -6 + or - b² -6² -4 into a1 ആണ് into c 8 ആണ് divided by 2a 2 into 1. Clear? Okay. ഇനി that is equal to -6 + or - -6² 36 ആണ്. 36 -4 into 1 into 8 32 divided by
2 into 1 2. ഇതൊക്കെ കിട്ടാൻ പോകുന്ന എക്സിന്റെ വാല്യൂ ആണ്. -6 plus or minus 36 minus 32 root 4 divided by 2. That is equal to -6 plus or minus root 4 2 ആണ് divided by 2. That is x equal to രണ്ട് വാല്യൂ -6 plus 2 divided by 2 or -6 minus 2 divided by 2. That is equal to -6 plus 2 -4 -4 by 2 or -6 minus 2 എന്തുവരും -6 minus 2 ഇത് പ്ലസ് അല്ലേ, എല്ലാം പ്ലസ് ആണ്. മൈനസ് അപ്പോൾ ഇവിടെ എല്ലാം പോയി. 6 plus 2 8 by 2 or 6 minus 2 4 by 2. That is equal to 4 or 2. രണ്ട് വാല്യൂ കിട്ടി ആർക്ക്? എക്സിന് രണ്ട് വാല്യൂ. ക്ലിയർ അല്ലേ? ഇനി എക്സിന്റെ വാല്യൂ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടണം, അതുപോലെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, വെൻ എക്സ് ഈക്വൽ ടു 4, ഇക്വേഷൻ 4 അല്ലേ, ഇക്വേഷൻ 4 ഇംപ്ലൈസ്, അടുത്ത ലൈൻ എഴുതിയാൽ 4 ഇംപ്ലൈസ് വൈയുടെ വാല്യൂ എന്തിട്ട് നോക്ക്, 6 minus 4 ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ 4 ആയപ്പോൾ വൈയുടെ വാല്യൂ 2 ആണ്. അടുത്ത് വെൻ എക്സ് ഈക്വൽ ടു അടുത്ത വാല്യൂ 2 ആണ്. ഇക്വേഷൻ 4 implies y equal to 6 minus 2 equal to 4. ക്ലിയർ അല്ലേ? ഇപ്പൊ എല്ലാവരും കിട്ടുന്നു. അതായത് രണ്ട് സെറ്റ് വാല്യൂ ഉണ്ട്. ഒന്ന് എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 2. ഒന്ന് എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 4. So the values are x equal to first value 4, y equal to 2 and z equal to z 0 and x equal to 2, y equal to 4 and z ന് യാതൊരു ചേഞ്ചും ഇല്ല, 0. മനസ്സിലായോ? ചെയ്ത സംഗതി ശരിക്കും മനസ്സിലായിക്കോ? ഞാൻ പറഞ്ഞു ഇത് ശരിക്കും നമുക്ക് രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും, പക്ഷേ നമുക്കിത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണ്ടേ, എൻട്രൻസ് ടൈപ്പ് അല്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ പോകണം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ഞാൻ സ്റ്റെപ്പ് നീട്ടി പരത്തി എഴുതിയതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് 2 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അങ്ങനെയും പോകാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. DIY ഡു ഇറ്റ് യുവർ സെൽഫ്, ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തതേപോലെ തന്നെ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A, B, C and D if മാട്രിക്സ് ആണ്. മാട്രിക്സ് A minus B 2A plus C 2A minus B 3C plus D equal to matrix -1 5 0 13. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ABCD തന്നെയാണ്. മാട്രിക്സ് 2A plus B A minus 2B 5C minus D 4C plus 3 equal to matrix 4 minus 3 11 24. ഓക്കെ, നിർബന്ധമായും ചെയ്യണം. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ബോർഡ് ചെയ്ത ക്വസ്റ്റ്യൻ അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് നന്നായി ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണെന്നില്ല, നമുക്ക് ആൻസേഴ്സ് അതിൽ തന്നെ നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, KR Math. Goodbye.